ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു അടിപൊളി ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. ചപ്പാത്തിക്കും നൂൽപുട്ടിനും പൂരിക്കും ദോശയ്ക്കും അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഗ്രീൻ പീസ് ഒരു 8 മണിക്കൂർ കുതിർത്തി മാറ്റി വെച്ചതാണ്. അതൊരു 4 തവണ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ക്യാരറ്റ്, പൊട്ടാറ്റോ. അത് നല്ല ക്യൂബ് പീസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കുക. ഒരുപാട് ചെറിയ പീസാക്കി മുറിക്കരുത്. അത് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ അത് ഉടഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഗ്രീൻ പീസും ക്യാരറ്റും പൊട്ടാറ്റോയും കൂടി കുക്കറിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് ഒരു 6 വിസിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ പീസ് നന്നായി വെന്ത് കിട്ടണം, അതാണ് ഇതിൻ്റെ രുചി. പിന്നെ നമുക്ക് വേണ്ടത് സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ അരപ്പിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, അരമുറി തേങ്ങയിൽ നല്ല നൈസായി അരച്ചെടുത്തത് കേട്ടോ. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. സവാള നന്നായി മൂപ്പിച്ചെടുക്കുക. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി മൂപ്പിച്ച് കൊടുക്കുക കേട്ടോ. നന്നായി മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ പോയി നന്നായി വാടി വരുമ്പോൾ നമ്മളതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായി വെന്തുടഞ്ഞ് വരുമ്പോൾ നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത് 3ഉം ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ഒരു സ്പൂണൊക്കെ മതിയാവും കേട്ടോ. എൻ്റെ വളരെ ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് ഞാനിതിൽ 1 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. മല്ലിപ്പൊടിയുടെ അളവ് കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഓവറായിട്ട് ചേർക്കണ്ട. പിന്നെ നമ്മളതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ക്യാരറ്റും പൊട്ടാറ്റോയും കൂടിയുള്ള മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിലേക്ക് ചേർത്ത് വെള്ളത്തിൻ്റെ ലെവൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി രുചിയുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും നൂൽപുട്ടിനും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.